അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠം, 5ാം ക്ലാസ്സിലെ ഫിഖ്ഹുൽ ഇസ്ലാമിലെ ഒന്നാമത്തെ പാഠം അൽ ഹലാലു ബയ്യിനുൻ. ഈ പാഠത്തിൽ പറയുന്നത് ശർഈയായ 5 വിധികളെക്കുറിച്ചാണ്. വാജിബ്, സുന്നത്ത്, മക്റൂഹ്, ഹറാമ്, മുബാഹ്. ഓരോന്നും വിശദീകരിക്കാം. ആദ്യം പാഠം വായിക്കുന്നതിന് മുമ്പ് ഓരോന്നും വിശദീകരിക്കാം. എന്താണ് വാജിബ് എന്ന് പറഞ്ഞാൽ? ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതുമാണ് വാജിബ്. ഉദാഹരണം പറയാം. ളുഹുർ നിസ്കാരം അല്ലെങ്കിൽ നിസ്കാരം, ഫർളായ നിസ്കാരം. ഒരാൾ നിസ്കരിച്ചാൽ അദ്ദേഹത്തിന് കൂലി ലഭിക്കും. എന്നാൽ നിസ്കാരം ഉപേക്ഷിച്ചാലോ ശിക്ഷ ലഭിക്കും. അതാണ് നേരത്തെ പറഞ്ഞത്. ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതുമാണ് വാജിബ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് സുന്നത്ത്. ഉദാഹരണ സഹിതം പറയാം. സുന്നത്ത് നിസ്കാരം കൂട്ടിക്കോളി. സുന്നത്ത് നിസ്കാരം ഒരാൾ ചെയ്താൽ കൂലിയുള്ളതാണ്, ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതാണ്. അപ്പോൾ സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പ്രവർത്തിച്ചാൽ അല്ലെങ്കിൽ ചെയ്താൽ പ്രതിഫലമുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമാണ് സുന്നത്ത്. മൂന്നാമത്തത് മക്റൂഹ്, കറാഹത്ത്. എന്താണ് കറാഹത്ത്? ഉദാഹരണം, തലമറക്കാതെ ഒരാൾ നിസ്കരിച്ചാൽ അത് കറാഹത്താണ്. അപ്പോൾ എന്താണ് കറാഹത്ത് എന്ന് പറഞ്ഞാൽ? ചെയ്താൽ ശിക്ഷയില്ലെങ്കിലും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതാണ്. അപ്പോൾ ഒരാൾ ചെയ്തു എന്ന് പറഞ്ഞാൽ തലമറക്കാതെ ഒരാൾ നിസ്കരിച്ചാൽ അയാൾക്ക് ശിക്ഷയില്ല. എന്നാൽ അത് ഉപേക്ഷിച്ചാലോ, അതായത് തലമറച്ചാലോ കൂലിയുണ്ട്. ഇതിനാണ് മക്റൂഹ്, കറാഹത്ത് എന്ന് പറയുന്നത്. നാലാമത്തത് ഹറാം. ഹറാമൊക്കെ വ്യക്തമാണ്, ആർക്കും മനസ്സിലാവും. എന്താണ് ഹറാമ്? ഉദാഹരണം, കള്ളുകുടി പറയാം. കള്ളുകുടിക്കൽ ഹറാമാണ്. ചെയ്താൽ ശിക്ഷയും ഉപേക്ഷിച്ചാൽ കൂലിയുമുള്ളതാണ് ഹറാമ്. അവസാനമായിട്ട് മുബാഹ്. എന്താണ് മുബാഹ്? കൂലിയും ശിക്ഷയും ഇല്ലാത്തതാണ് മുബാഹ്. ഉദാഹരണം, പാല് കുടിക്കൽ പോലെ, ജ്യൂസ് കുടിക്കൽ പോലെ, ബിരിയാണി കഴിക്കൽ പോലെ, മന്തി കഴിക്കൽ പോലെ. ഇതൊക്കെ മുബാഹ് എന്നാണ് ഇതിനെപ്പറ്റി വിധി പറയൽ. അങ്ങനെ ശർഈയായ വിധികൾ മൊത്തത്തിൽ 5 ഇനി പാഠമൊന്ന് വായിക്കാം. അദ്ദർസുല്ലവ്വലു, പാഠം 1, അൽ ഹലാലു ബയ്യിനുൻ. തൊപ്പി എവിടെ? തലമറക്കാതെ നിസ്കരിക്കൽ കറാഹത്തല്ലേ? നിസ്കരിക്കാൻ മസ്ജിദിലേക്ക് ഇറങ്ങിയ ആഷിഖിനോട് ജ്യേഷ്ഠൻ സുബൈർ ചോദിച്ചു. ആഷിഖ്, എന്താണ് കറാഹത്ത്? സുബൈർ, ചെയ്താൽ ശിക്ഷയില്ലെങ്കിലും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതാണ് കറാഹത്ത്. തലമറക്കാതെ നിസ്കരിക്കുന്നത് കറാഹത്താണ്. തലമറച്ച് നിസ്കരിച്ചാൽ കൂടുതൽ പ്രതിഫലം ലഭിക്കും. ആഷിഖ്, ഇതെനിക്കറിയാം. അൽ അഹ്കാമു ശർഈയ്യയിൽ മക്റൂഹ് എന്നാണ് ഇതിന് പറയുക. നീ അഹ്കാമു ശർഈയ്യ പഠിച്ചിട്ടുണ്ടോ? നടക്കുമ്പോൾ സുബൈർ ചോദിച്ചു. ആഷിഖ്, അതെ. വാജിബ്, സുന്നത്ത്, മക്റൂഹ്, ഹറാം, മുബാഹ് എന്നിവയാണവ. സുബൈർ, മസ്ജിദിൽ പോയി നിസ്കരിക്കുന്നതിന്റെ വിധി എന്താണ്? ആഷിഖ്, 5 വഖ്ത് നിസ്കാരം വാജിബും മസ്ജിദിൽ വച്ചാവൽ സുന്നത്തുമാണ്. ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതുമാണ് വാജിബ്. ചെയ്താൽ പ്രതിഫലമുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമാണ് സുന്നത്ത്. സുബൈർ, ഹറാമും മുബാഹും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചെയ്യൽ ശിക്ഷാർഹവും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതുമാണ് ഹറാം. കള്ളുകുടിക്കൽ ഹറാമാണ്. മുബാഹിന് ശിക്ഷയും കൂലിയുമില്ല. പാൽ കുടിക്കൽ മുബാഹാണ്. ഇനി വാജിബിന് വേറൊരു പേരുണ്ട്. വാജിബിന് ഫർള് എന്നും പേരുണ്ട്. മന്ദൂബ് സുന്നത്തിന്റെ മറ്റൊരു പേരാണ്. മുബാഹിനെ കുറിച്ച് ഹലാൽ എന്നും പറയും. ആഷിഖും സുബൈറും മസ്ജിദിലെത്തി. അൽ അഹ്കാമു ശർഈയ്യ 5. ശർഈയായ വിധികൾ 5 ഈ പാഠത്തിന്റെ തദ്രീബാത്ത് പരിശോധിക്കാം. നുഅർരിഫു, ഓരോന്നിന്റെയും നിർവചനം എഴുതാനാണ്. 1. വാജിബ്, ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതും. 2. ഹറാം, ചെയ്യൽ ശിക്ഷാർഹവും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതുമാണ്. 3. മക്റൂഹ്, ചെയ്താൽ ശിക്ഷയില്ലെങ്കിലും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതാണ്. 4. സുന്നത്ത്,
ചെയ്യൽ പ്രതിഫലമുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമാണ്. 5. മുബാഹ് ശിക്ഷയും കൂലിയുമില്ല. രണ്ടാമത്തവർക്ക് നസ്ലു ചേരുംപടി ചേർക്കാം. വാജിബ് സി. ളുഹ്ർ നിസ്കാരം. 2. ഹറാം എ. പുരുഷന്മാർ മുട്ടുമറയാത്ത ട്രൗസർ ഇട്ട് നടക്കൽ. 3. മക്റൂഹ് ബി. തലമറക്കാതെ നിസ്കരിക്കൽ. 4. മന്ദൂബ് ഇ. അദാൻ വിളിക്കൽ. 5. മുബാഹ് ഡി. ബിരിയാണി കഴിക്കൽ. നംല ഉൽ ജദുവൽ. മൂന്നാമത്തവർക്ക് നംല ഉൽ ജദുവൽ ഓളം പൂർത്തിയാക്കുക. അൽ അഹ്കാമു ശർഇയ്യ, ശർഇയ്യായ വിധികളാണ് ഒരു സൈഡിൽ എഴുതിയിട്ടുള്ളത്. അതിൻ്റെ ഉദാഹരണങ്ങൾ ബുക്കിലുണ്ട്. അതിൻ്റെ പുറമെ ഒരു ഉദാഹരണം കൂടെ എഴുതി കൊടുക്കാനാണ്. മുബാഹ് പാൻറ് ധരിക്കൽ, പാൽ കുടിക്കൽ. അപ്പുറത്ത് വേറൊരു ഉദാഹരണം എഴുതി കൊടുത്താണ് പാൽ കുടിക്കൽ. മന്ദൂബ് വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കൽ, അദാൻ വിളിക്കൽ. ഹറാം കളവ് പറയുക, പുരുഷന്മാർ മുട്ടുമറയാത്ത ട്രൗസറിട്ട് നടക്കൽ. വാജിബ് റമദാൻ നോമ്പ് അനുഷ്ഠിക്കൽ, നിസ്കാരം, ഫർദ് നിസ്കാരം. മക്റൂഹ് വഴിയിൽ മൂത്രമൊഴിക്കൽ, തലമറക്കാതെ നിസ്കരിക്കൽ. അടുത്തവർക്ക് നക്തുബുൽ മാന അർത്ഥമെഴുതുക. വാജിബുൻ നിർബന്ധം, മന്ദൂബുൻ സുന്നത്ത്, മക്റൂഹുൻ വെറുക്കപ്പെട്ടത്, ഹറാമുൻ നിഷിദ്ധം, ഹലാലുൻ അനുവദനീയം. നക്തുബു നോക്കി എഴുതാനാണ്. അടുത്തതെല്ലാം അതുപോലെ തന്നെ നോക്കി എഴുതാനാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.